പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 2025 ഏപ്രിൽ മാസം 2-ാം തീയതി, അതായത് 1200 മീനമാസം 19-ാം തീയതി ബുധവാരം, ബുധനാഴ്ച. നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:25 അസ്തമയം വൈകിട്ട് 6:32 നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. നാളെ രാഹുകാലം ബുധനാഴ്ച 12 മണി മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു. നാളത്തെ നക്ഷത്രം കാലത്ത് 9 മണി വരെ കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത പലപ്പോഴും നാം സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ, അല്ലേ? കൃത്രിക ഭാഗ്യം മൂലാശ്ച മകാചിത്രാച രേവതി ആദാതവ്യം ന ദാതവ്യം തച്ഛേഷന്തു വിനശ്യതി. കാർത്തിക, കൃത്രിക കാർത്തിക, ഭാഗ്യം ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി, ഈ 6 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ലാത്ത നക്ഷത്രങ്ങളാകുന്നു. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ബാക്കി ഭാഗം കൂടെ നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സാമ്പത്തികമായ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് ഒന്നും തന്നെ അഡ്വാൻസ് വാങ്ങുക അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുക, ഈ വിഷയങ്ങൾക്കെല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രം. നാളത്തെ തിഥിയും വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാകുന്നു. ചന്ദ്രൻ അങ്ങനെ ബലവാനായി വരികയാണ് ഈ രാശിയിൽ. കറുത്ത വാവ് കഴിഞ്ഞുള്ള വെളുത്തപക്ഷത്തിലെ 5-ാം തീയതി വരെ ചന്ദ്രൻ പ്രായണ ദുർബലനാണ്. അപ്രകാരം വെളുത്ത വാവ് പൗർണമി കഴിഞ്ഞ് വരുന്ന കറുത്ത പക്ഷത്തിലുള്ള 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനുമാകുന്നു. ഏതായാലും നാളെ പഞ്ചമി തിഥിയാണ്. നാളെ 9 മണി കഴിഞ്ഞാൽ രോഹിണി നക്ഷത്രമാകുന്നു. ഏത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രം. നന്നേ രോഹിണി, ചോറും നക്ഷത്രത്തിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. യാത്രയായാലും മറ്റ് ശുഭകാര്യങ്ങൾക്കും രോഹിണി നക്ഷത്രം വളരെ അനുകൂലമാണ്. നാളത്തെ ബുധനാഴ്ചത്തെ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. ബുധനാഴ്ച സ്ത്രീകൾ, ഗർഭിണികൾ സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസമാണ്. അപ്രകാരം പഴയകാലത്ത് നാൽക്കാലികളും ബുധനാഴ്ചകൾ യാത്ര ചെയ്യാറില്ല. നാൽക്കാലികൾ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ബുധനാഴ്ച അധികം ഉപയോഗിക്കാറില്ല. ഇന്ന് നാൽക്കാലികൾ എന്നാൽ വാഹനം എന്ന അർത്ഥത്തിലും നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രം. നല്ല കാലഹോര നോക്കി നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. നാളത്തെ ശുഭമുഹൂർത്തങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നാളെ കാലത്ത് 9:25 മുതൽ 11 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാകും. അത് യാത്രയായാലും വാങ്ങൽ കൊടുക്കൽ കർമ്മമായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഒരു വ്യക്തിയെ ക്ഷണിക്കാൻ, നിങ്ങൾ വീട് പ്രവേശനം, ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്കൊക്കെ നാളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ഏറ്റവും നല്ല സമയമാകുന്നു 9:25 മുതലുള്ള സമയം. അപ്രകാരം തന്നെ ഉച്ചയ്ക്ക് ശേഷവും 2:30 മുതൽ 5 മണി വരെയുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളത്തെ പ്രാർത്ഥന നിങ്ങൾ മനസ്സിലാക്കണം. നാളെ ബുധനാഴ്ചയാണ്, രോഹിണി നക്ഷത്രമാണ്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നക്ഷത്രമാകുന്നു. ബുധനാഴ്ചയോ അവതാര ദൈവങ്ങളാണ്, വിഷ്ണുവിൻ്റെ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്ന ദിനമാണ് ബുധനാഴ്ച. ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു, വിഷ്ണുവിൻ്റെ ദശാവതാരത്തിൽ പെടുന്നു ബുധനുമായി ബന്ധപ്പെടുന്ന എല്ലാ ഗ്രഹങ്ങളും. അതിനാൽ നാളെ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം, വാമനമൂർത്തി, വരാഹമൂർത്തി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ സന്ദർശനം ചെയ്യുന്നതും തദ്ദത് ദേവതകളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. നാളെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നാളെ ഭൂമി വിഷയത്തിലാണ്. ഭൂമി വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂമിക്ക് ദോഷമുണ്ടെങ്കിൽ നാളെ ഭൂമി പൂജ ചെയ്യാം വരാഹമൂർത്തി ക്ഷേത്രത്തിൽ. വരാഹമാണ് ഭൂമിയെ താങ്ങി നിർത്തിയത്. അതിനാൽ നിങ്ങൾക്ക് ഭൂമിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഭൂമി വിൽക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ആ മണ്ണെടുത്ത് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ നിങ്ങൾ ഭൂമി പൂജ ചെയ്യുക. എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിനടുത്ത് കുമ്പിടി എന്ന വരാഹമൂർത്തി ക്ഷേത്രമുണ്ട്. 8.5 ഏക്കർ വലിയ ഭൂമിയിൽ വ്യാപിച്ച് കിടക്കുന്നു. സാമൂതിരി പണി കഴിപ്പിച്ച ഒരു വലിയ ക്ഷേത്രമാണത്. അവിടെ ഭൂമി പൂജ വളരെ വിശേഷമാണ്. പിന്നെ തളിപ്പറമ്പിൽ ഇന്ന് ഒരു വരാഹമൂർത്തി ക്ഷേത്രം നന്നായി വരുന്നുണ്ട്, കരിമ്പിൽ എന്ന സ്ഥലത്ത്. പക്ഷേ ക്ഷേത്രം പൊന്തി വരുന്നത് മാത്രമേ ഉള്ളൂ. ഏറ്റവും ശക്തമായ വരാഹമൂർത്തി ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ദർശിക്കുവാൻ കഴിയുക, തിരുവനന്തപുരം ശ്രീവരാഹം എന്ന ക്ഷേത്രം. അവിടെ ഭൂമി പൂജ വളരെ വിശേഷമാണ്. ഇന്നും എൻ്റെ ഒരു ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഭൂമി പൂജ ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കുന്നുണ്ട്. അതിനാൽ ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്ക്, ഭൂമിദോഷം, വാസ്തുദോഷം, ഇതൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ മണ്ണെടുത്ത് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യുക.
നാളെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വളരെ വിശേഷമാണ്. പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന, പ്രത്യേക ബലം കിട്ടും. അതേ രീതിയിൽ നിങ്ങളുടെ സന്താന ശ്രേയസ്സിനായിക്കൊണ്ട് സന്താനങ്ങളുടെ പേരിൽ കൃഷ്ണക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം കഴിപ്പിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. അവരുടെ സംസാര സംബന്ധമായ ബുദ്ധിമുട്ടുകളും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ബൗദ്ധിക തലത്തിലും അത് വളരെയധികം ഉപകരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.